മോർണിംഗ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാ പോകുന്ന വാച്ചി? ഏതമ്പലത്തില്? മുത്തപ്പൻ കാവ്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ കാവിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സമയം അപ്പോൾ 7 മണിയാവാനായുണ്ട്. അമ്മയും ചേട്ടനും പിന്നെ അതാ സംഗീതം ഉണ്ട് ഞങ്ങളെ കൂടെ. അമ്പാടിക്കുട്ടൻ ആദ്യം തന്നെ വണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സാധാരണ ഈ ഗേറ്റ് അടയ്ക്കുന്ന ചുമതല എൻ്റെതായിരുന്നു. സംഗീതം കൂടെ ഉള്ളതുകൊണ്ട് സംഗീതം അടച്ച് അല്ലേ? സംഗീത അച്ഛമ്മ വരണം അല്ലേ? അച്ഛമ്മ വാതിലൊക്കെ ലോക്ക് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ പോവാൻ തുടങ്ങുകയാണ്. ഏതാണ്ട് പൂക്കളൊക്കെ തീർന്നു തുടങ്ങി. ഇനിയിപ്പം അടുത്ത വർഷമായിരിക്കും നിറച്ചും പൂവിടണം എന്നാണ് കിച്ചേട്ടൻ്റെ ഒരു ആഗ്രഹം. ഇടുമായിരിക്കും. കിച്ചേട്ടൻ ഇവിടെ എൻ്റെ ക്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബഡ്ഡിങ് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ നല്ല സക്സസ്ഫുൾ ആയാൽ മതിയായിരുന്നു ദൈവമേ. ഇതാ അമ്മ വരുന്നുണ്ട്. ഞങ്ങൾ യാത്ര തുടങ്ങി. സംഗീത പോവല്ലേ? അങ്ങനെ പാടിയ വാവച്ച് ഉറങ്ങിയോ? വാവച്ച് എത്രയോ നേരമായില്ലേ ഉറങ്ങിയിട്ട്? വാവച്ചിത് അച്ഛമ്മേൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് പുതച്ച് കിടന്നുറങ്ങാൻ പാടി. എന്തായിരുന്നു ഉറങ്ങാഞ്ഞേ? സംഗീതങ്ങൾ ഉണ്ടായിട്ടാ? സംഗീത എങ്ങനെയുണ്ട് യാത്ര? വിശക്കുന്നുണ്ടോന്നൊരു സംശയം അല്ലേ? ചെറുതായിട്ട് ഉണ്ടോ? അമ്മ വിശക്കുന്നോ? ഇല്ല. അമ്മയ്ക്കിന്ന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഉണ്ടോ? പ്രശ്നം ഉണ്ടാക്കണ്ടേ? കിച്ചണിതാ അവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്യാം. കക്കട്ടിലൊക്കെ പോകുമോ? കാണുന്നതാണ് നമ്മളെ പറശ്ശിനിക്കടവ്. എത്തി ഞങ്ങള്. ഞങ്ങളിതാ മുത്തപ്പൻകാവിൽ എത്തിയില്ലേ വാവാച്ചി? നമ്മളങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാവാച്ചിയിലോട് അത് വാങ്ങിക്കോ ഇത് വാങ്ങിക്കോ എന്ന് പറയുന്നത് എന്തൊരു സ്നേഹമുള്ള അമ്പാടിയില്ലേ? അതിന്റെ കാരണം ഒന്ന് പറഞ്ഞു കൊടുക്കും അമ്പാടിയ. വാവാച്ചിക്ക് വാങ്ങിയിട്ട് വേണം ഇവര് വാങ്ങാൻ പറയാതെ. അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ. വാവാച്ചി മോളെ അത് വാങ്ങിക്കോ ഇത് വാങ്ങിക്കോ എന്തെന്നില്ലാത്ത സ്നേഹം അല്ലേ വാച്ചി? നടന്ന് പോവുകയാണ് അല്ലേ? യെസ്. ഈ ഷോപ്പുകൾ കാണുമ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്യുന്ന അമ്പാടി? ഫീലാണ് അങ്ങോട്ട് നടക്കുന്ന സമയത്തുള്ളത് അല്ലേ വാച്ചിയെ? വാച്ചിക്കുട്ടി വല്ലാത്ത ഫീലില്ലേ? അങ്ങനെ ഓരോ കടകൾ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കമ്മൽ കട. തിരിച്ചു വരുമ്പോൾ എനിക്ക് വരേണ്ടത് അവിടേക്ക്. ഓരോ കടകളും ആദ്യ സമയത്തും വല്ലാത്തൊരു കുട്ടിക്കാലത്തിലേക്ക് എങ്ങനെ പോകുമല്ലോ. കുട്ടിക്കാലത്തിലേയും കാറ്റും കൂടുതൽ എനിക്ക് വലുതായപ്പോഴാണ് സാധനം ഒരുപാട് കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കെല്ലാം പ്രത്യേകിച്ച് ഈ കമ്മൽപ്പടി കടയിലേക്ക് കയറുന്നുണ്ടോ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയാണ് അങ്ങോട്ടേക്ക്. നോക്കിയിട്ട് ഇവരതാ ചെരുപ്പ് എടുക്കാൻ വിട്ടിട്ടോ. കാരണം എനിക്ക് ഫോട്ടോ എടുക്കണം. അവിടെ പോയിട്ടാണ് ഫോട്ടോ പോയിന്റ് ആണ് അത്. ഇവിടുന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുക. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടതാ. മക്കളൊക്കെ അമ്മയുടെയൊക്കെ ചായ കുടിക്കാൻ പോയി. ഇതാ അമ്മ ഇവിടെ ചീട്ട് എടുത്തോണ്ട് കേട്ടോ, വഴിപാടിൻ്റെ ചീട്ട്. പിന്നെ വാവാച്ചിയും ഞാനും ഇതാ ചായക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ഇതാ അമ്മ ബാഗിൽ വെച്ചോ. അമ്മ കിട്ടിയത് തന്നപ്പോൾ ഞാൻ ബാഗിൽ വെച്ചോളാൻ പറഞ്ഞാണ്. ഇനി അമ്മ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. വാവാച്ചിയൊക്കെ കടലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാല്ലേ വാവാച്ചി? അച്ഛമ്മ നമുക്ക് എന്താ വാങ്ങിത്തരുന്നത്? എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം അല്ലേ? അതെ. കടയിൽ നിന്ന് അമ്പാടി സാധനം വാങ്ങി, വാവാച്ചി വാങ്ങി. വാവാച്ചി എന്താ വാങ്ങിയേ? കാറ്ററസ് ആണോ? എനിക്ക് വാങ്ങേണ്ടത് കമ്മലാണ്. ഞാനത് ആ കമ്മൽ കടയിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി. അമ്മയ്ക്ക് ഒരു ചെറിയ ക്ഷീണം. അപ്പോൾ നമ്മളൊന്ന് സോഡ സർബത്ത്, നാരങ്ങ സോഡ കൊടുക്കുക അല്ലേ? എങ്ങനെ കണ്ട്
ആശ്വാസമുണ്ടോ കുടിച്ചിട്ട്? ഞാൻ വന്ന ബാബച്ചി എന്താ വേണ്ടേ? ബിരിയാണിയുണ്ട്. അമ്പാടിക്ക് എന്താ വേണ്ടേ? അമ്പാടിക്ക് ബിരിയാണി. നമ്മൾ ഫുഡിനായിട്ട് കാത്തുക്കാണ് ഇത്. പക്ഷേ എന്താണെന്ന് അറിയില്ല. നമ്മൾ വന്നിട്ട് കുറേ സമയമായി, പക്ഷെ ഇതുവരെ ക്ലീൻ ചെയ്ത് പോലും കിട്ടില്ല. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. വാവാച്ചി നല്ല ചിക്കൻ ബിരിയാണിയാണ്, ഞാൻ നല്ല പ്രോൺസ് ബിരിയാണിയാണ്, അമ്പാടി നല്ല ബീഫ്, അമ്മ മീൽസ്, പിന്നെ ഇവർ രണ്ടാളും ചിക്കനാണ് കേട്ടോ. വാവാച്ചി ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവളോട് ചിക്കൻ എടുത്തോളാൻ പറഞ്ഞത്.